വകുപ്പിനെ കുറിച്ച് 5ാമത്തെ ഭേദഗതിയായി പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തര വിജിലൻസും മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തും. എന്തിനു പകരം? പെർഫോമൻസ് ഓഡിറ്റിന് പകരമായി. പെർഫോമൻസ് ഓഡിറ്റ് വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഭയമുള്ള ഒരു കാര്യമായിരുന്നു. പെർഫോമൻസ് ഓഡിറ്റ് ഒരു 5 വർഷത്തെ പെർഫോമൻസ് ഓഡിറ്റ് അത് എങ്ങനെ ആയിരിക്കുമെന്ന ആശങ്കയുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചായിരുന്നു ഞങ്ങൾ ഓരോ പദ്ധതി ചെലവുകളും ഞങ്ങളൊക്കെ നടത്തിയിരുന്നത്. മാത്രമല്ല, പെർഫോമൻസ് ഓഡിറ്റ് കേവലം ഓഡിറ്റ് നടത്തി പോവുക മാത്രമല്ല, അവർ കൃത്യമായ മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് തന്നിരുന്നു. ആ മാർഗനിർദ്ദേശം തന്നിരുന്ന ആ പെർഫോമൻസ് ഓഡിറ്റിനെ പൂർണ്ണമായും വധ്യംകരിച്ച് അതിനെ ഇല്ലാതെയാക്കി, അതിനെ മൃതപ്രായമാക്കി, ആരാണോ കാശ് തരുന്നത് അവരെ തന്നെ വിജിലൻസായി മോണിറ്ററിംഗ് സംവിധാനമായി ഉപയോഗിക്കുന്നു എന്നത്, ആരാണോ കാശ് തരുന്നത് അവര് തന്നെ അന്വേഷിച്ചാൽ മതി എന്ന രൂപത്തിലേക്ക് വരുന്നത്, താഴെ തട്ടിലേക്ക് ഒരു അധികാര വികേന്ദ്രീകരണത്തിലൂടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് താഴെ തട്ടിലേക്ക് കൊടുക്കുന്ന ഒരു അധികാരത്തെ കൂടി തിരിച്ചു പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അധികാര വികേന്ദ്രീകരണമല്ല, ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ളം കൈയിലേക്ക് സ്വാംശീകരിക്കുന്ന അധികാര കേന്ദ്രീകരണമാണ് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ ഭേദഗതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അധികാരം കവർന്നെടുക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ പെർഫോമൻസ് ഓഡിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പഞ്ചായത്തുകളുടെ ധനവിനിയോഗം, പദ്ധതിയുടെ നടത്തിപ്പ്, നികുതി പിരിവ് എന്നിവയുടെ കൃത്യമായ അവലോകനം നടത്തിയിരുന്നു. മാത്രമല്ല, പാകപ്പിഴ കണ്ടെത്തിയാൽ അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ അവർ ഞങ്ങൾക്ക് നൽകുമായിരുന്നു. പണാപഹരണം, പാഴ്ചെലവ്, ധനദുർവിനിയോഗം, അഴിമതി എന്നിവ കണ്ടെത്തിയാൽ അതിനെ തടയാനുള്ള സംവിധാനം പലപ്പോഴും ഈ പെർഫോമൻസ് ഓഡിറ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നതാണ് അതിൽ യഥാർത്ഥത്തിൽ അവസ്ഥാവിശേഷം. പക്ഷെ അതിനൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് ആ അധികാരങ്ങൾ മുഴുവൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ